ഹലോ ഓൾ, സിമെഡിടെക് ഓൺലൈൻ അക്കാഡമിയുടെ പുതിയൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ PSCയുടെ ഫസ്റ്റ് പാർട്ട് ചെയ്തു, സെക്കൻഡ് പാർട്ട് ചെയ്തു, തേർഡ് പാർട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. മോസ്റ്റ് കോമൺലി യൂസ്ഡ് സൈറ്റോളജിക്കൽ ഫിക്സേറ്റീവ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അബ്സല്യൂട്ട് ആൽക്കഹോൾ, ഓപ്ഷൻ ബി 95% ഈഥൈൽ ആൽക്കഹോൾ, ഓപ്ഷൻ സി മെത്തനോൾ, ഓപ്ഷൻ ഡി ഫോർമാലിൻ. 4 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. കോമൺലി യൂസ്ഡ് ഹിസ്റ്റോപതോളജിക്കൽ ഫിക്സേറ്റീവ് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് കണ്ണും പൂട്ടി പറയാം, ഫോർമാലിനാന്ന് പറയാം. പിന്നെ ഇതിനകത്ത് അബ്സല്യൂട്ട് ആൽക്കഹോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ഷ്രിങ്കേജ്, ഡിസ്റ്റോഷൻ ഒക്കെ കോസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പിന്നെ ഏതൊക്കെയാണ് 2 ഓപ്ഷൻ ഉള്ളത്? ഓപ്ഷൻ ബിയും ഉണ്ട്, സിയും ഉണ്ട്. അതിനകത്ത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള സൈറ്റോളജിക്കൽ ഫിക്സേറ്റീവ് കോമൺലി യൂസ്ഡ് എന്നും ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ ബി 95% ഈഥൈൽ ആൽക്കഹോൾ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഈഥൈൽ ആൽക്കഹോൾ ആണ് സൈറ്റോളജിയിൽ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഫിക്സേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് സൈറ്റോളജിക്കൽ സാമ്പിൾസ് നമ്മൾ എങ്ങനെയൊക്കെ ആയിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്? ഡയറക്റ്റ് സ്മിയർ ഉണ്ടാവും, സെൻട്രിഫ്യൂഗേഷൻ വെച്ചിട്ട് ചെയ്യാറുണ്ട്, സൈറ്റോ സെൻട്രിഫ്യൂഗേഷൻ, അതുപോലെ ലിക്വിഡ് ബേസ്ഡ് സൈറ്റോളജി, സെൽ ബ്ലോക്ക്, മില്ലിപോർ ടെക്നിക്ക്, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് സൈറ്റോളജിക്കൽ ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 95% ഈഥൈൽ ആൽക്കഹോൾ ആണ് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന സൈറ്റോളജിക്കൽ ഫിക്സേറ്റീവ് ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ക്വസ്റ്റ്യൻ നമ്പർ 2, സ്പെഷ്യൽ ഫിക്സേറ്റീവ് ഫോർ സൈറ്റോളജിക്കൽ പ്രിപ്പറേഷൻ ഓഫ് സ്പ്യൂട്ടം. അതായത് സ്പ്യൂട്ടത്തിന്റെ സൈറ്റോളജിക്കൽ പ്രിപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫിക്സേറ്റീവ് ഏതാണെന്നാണ്. ഇതിനൊക്കെ നമ്മൾ ഫിക്സേഷൻ പഠിച്ചപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഫിക്സേറ്റീവ് എടുത്ത് പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഓപ്ഷൻ ഒന്ന് നോക്കി നോക്കാം. ഓപ്ഷൻ എ കാർനോയിസ് ഫ്ലൂയിഡ്, ഓപ്ഷൻ ബി കാർബോവാക്സ്, ഓപ്ഷൻ സി സാക്കാമോണസ് ഫിക്സേറ്റീവ്, ഓപ്ഷൻ ഡി 50% എത്തനോൾ. നമുക്കറിയാം അല്ലെ, കാർനോയിസ് ഫ്ലൂയിഡ് മെയിനായിട്ട് ന്യൂക്ലിക് ആസിഡിനെയും ഗ്ലൈക്കോജനെയൊക്കെ പ്രിസർവ് ചെയ്യാൻ വേണ്ടി. ന്യൂക്ലിക് ആസിഡ്സ് എന്ന് വെച്ചാൽ നിസിൽ ഗ്രാനുൾസ് വരും, അതുകൂടാതെ ക്രൊമാറ്റിൻ, ന്യൂക്ലിയസ്, അതുപോലെ ഗ്ലൈക്കോജൻ, അതിൻ്റെയൊക്കെ പ്രിസർവേഷന് വേണ്ടിയിട്ടാണ് കാർനോയിസ് ഫ്ലൂയിഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ കാർനോയിസ് ഫ്ലൂയിഡിനെ അങ്ങ് ഒഴിവാക്കി വിട്ടേക്കാം. പിന്നെ കാർബോവാക്സ് മെയിൻലി എന്തിനാണ്? എയർ ഡ്രൈയിങ്ങിനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ നിന്നൊക്കെ സെല്ലിനെ പ്രൊട്ടക്ട് ചെയ്ത് കാർബോവാക്സ് പേരിൽ നിന്ന് തന്നെ അറിയാം അല്ലെ, അങ്ങനെയുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാർബോവാക്സ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി സാക്കോമോണാസ് ഫിക്സേറ്റീവ് ആണ് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. മെയിൻ ആയിട്ട് സ്പ്യൂട്ടം സൈറ്റോളജിയിൽ അല്ലെങ്കിൽ അതുപോലെ യൂറിനിൽ, ബ്രോങ്കോ ആൽവിയോളാർ ലാൽവേജസ്, പ്ലൂറൽ ഫ്ലൂയിഡ്, പെരിറ്റോണിയൽ ഡിസ്ചാർജ്, അതുപോലെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ടിഷ്യൂ സാമ്പിൾസിനൊക്കെ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന ഒരു ഫിക്സേറ്റീവ് ആണ് സാക്കോമോണാസ് ഫിക്സേറ്റീവ് എന്ന് പറയുന്നത്. ഈ സാക്കോമോണാസ് ഫിക്സേറ്റീവിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിക്സേഷനിൽ ഒരു റോള് വരുന്നത് സ്പ്യൂട്ടം സൈറ്റോളജിയിലാണ്. ഇനി ആരും അത് മറന്നു പോകണ്ട. സ്പ്യൂട്ടം സൈറ്റോളജി അല്ലെങ്കിൽ സ്പ്യൂട്ടം സൈറ്റോളജിക്കൽ പ്രിപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫിക്സേറ്റീവ് ഏതാണ്? സാക്കോമോണാസ് ഫിക്സേറ്റീവ് ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3, സ്റ്റെയിൻ യൂസ്ഡ് ഫോർ ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് ബാർ ബോഡി. ഓപ്ഷൻ എ ബൈബ്രിഡ്ജ് സ്കാർലെറ്റ് ഫാസ്റ്റ് ഗ്രീൻ, ഓപ്ഷൻ ബി ബീതേൽ ഗ്രീൻ, ഓപ്ഷൻ സി ഷോർ സ്റ്റെയിൻ, ഓപ്ഷൻ ഡി പാപ് സ്റ്റെയിൻ. നമുക്ക് ബാർ ബോഡി എന്താണെന്ന് പഠിച്ചാലോ. ബാർ ബോഡി എന്താണ്? ഇറ്റ് ഈസ് ദ ഇനാക്റ്റീവ് എക്സ് ക്രോമസോം ഓഫ് സൊമാറ്റിക് സെൽ. സൊമാറ്റിക് സെൽസിൽ കാണുന്ന ഇനാക്റ്റീവ് എക്സ് ക്രോമസോമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബാർ ബോഡി എന്ന് പറയുന്നത്. മെയിനായിട്ട് എവിടെയാണ് കാണുന്നത്? ഫീമെയിൽസിലാണല്ലേ കാണുന്നത്. ഫീമെയിൽസിൽ എന്തുകൊണ്ടാണ് കാണുന്നത്? 2 എക്സ് ക്രോമസോം ഉണ്ട്. ആ 2 എക്സ് ക്രോമസോമിൽ ഒരു എക്സ് ക്രോമസോം മാത്രമാണ് ആക്റ്റീവ് ഫോമിൽ ഉണ്ടാവുള്ളൂ. ഒരു എക്സ് ക്രോമസോം എന്താണ്? ഇനാക്റ്റീവ് ഫോമിലായിരിക്കും ഉള്ളത്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ബാർ ബോഡി എന്ന് പറയുന്നത്. ബാർ ബോഡിയുടെ ഡിറ്റക്ഷനും ബാർ ബോഡി എന്താണെന്നും അതിൻ്റെ ലൈഫലൈസേഷൻ അങ്ങനെ ഫിനോമിനും കാര്യങ്ങളും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അപ്പം നമുക്കൊന്ന് നോക്കിയാലോ. ഇതിനകത്ത് ഓപ്ഷൻ എ ബൈബ്രിഡ്ജ് സ്കാർലെറ്റ് ഫാസ്റ്റ് ഗ്രീൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും ഓപ്ഷൻ ഡി പാപ് സ്റ്റെയിൻ ഉണ്ടല്ലോ എന്ന് പറയും. പക്ഷേ ഈ പാപ് സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സൽ സ്റ്റെയിൻ ആണ്. സൈറ്റോളജിക്കൽ സാമ്പിൾസിനൊക്കെ യൂസ് ചെയ്യും നമ്മളിപ്പോൾ. മീഥൈൽ ഗ്രെയിൻ ആണെങ്കിലോ മെയിനായിട്ട് ഈ DNA മോളിക്യൂൾസ് അങ്ങനെയുള്ള DNA മെറ്റീരിയൽസിനൊക്കെ സ്റ്റെയിൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കിവിടെ ഏറ്റവും ആപ്റ്റ് ആയിട്ട് വരുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത് ബൈബ്രിഡ്ജ് സ്കാർലെറ്റ് ഫാസ്റ്റ് ഗ്രീൻ സ്റ്റെയിൻ തന്നെയാണ് നമ്മൾ ഏറ്റവും ആപ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പാപ് സ്റ്റെയിൻ നമ്മൾ യൂസ് ചെയ്യും, പക്ഷെ ക്വസ്റ്റ്യനിൽ മെയിനായിട്ട് നമുക്ക് എടുത്ത് ചോദിച്ചിട്ടുണ്ട് ബാർ ബോഡിയുടെ ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ ഏതാണെന്ന്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4 ഒന്ന് നോക്കിയാലോ. കെമിക്കൽ റൈപ്പനിങ് ഏജന്റ് യൂസ്ഡ് ഇൻ ഹാരിസ് എമറ്റോക്സിലിൻ ഈസ്. ഓപ്ഷൻ എ സോഡിയം അയഡേറ്റ്, ഓപ്ഷൻ ബി മെർക്കുറിക് ഓക്സൈഡ്, ഓപ്ഷൻ സി അലുമിനിയം സൾഫേറ്റ്, ഓപ്ഷൻ ഡി ക്ലോറൽ ഹൈഡ്രേറ്റ്.
അത്യാവശ്യം പഠിച്ച എല്ലാവർക്കും അറിയാം. ഇതിന് ഫസ്റ്റ് 2 ആൻസർ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്ത് കളയാം. ഏതൊക്കെയായിരിക്കും? ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്ത് കളയാം. ഓപ്ഷൻ എയും ബിയും ആണ് പിന്നെ ഒരു സംശയം വരാനുള്ള സാധ്യതയുള്ളൂ. സോഡിയം അയഡേറ്റും മെർക്കുറിക് ഓക്സൈഡും. മെയിൻ ആയിട്ട് എന്താണ് റൈപ്പനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ, നമ്മൾ ഈ ഹെമറ്റോക്സിലിൻ പോലെയുള്ള ഒരു ഡൈ യൂസ് ചെയ്യുമ്പം അതിനെ ഒരു ആക്റ്റീവ് ഫോം ലേക്ക് ഹെമാറ്റിൻ എന്ന് പറയുന്ന ഒരു ആക്റ്റീവ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റൈപ്പനിങ് ഏജന്റ് ആണ് സോഡിയം അയഡേറ്റും മെർക്കുറിക് ഓക്സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമുക്കറിയാലേ, ഹെമറ്റോക്സിലിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് 3 ടൈപ്പ് മെയിൻ ആയിട്ട് പറയാൻ പറ്റും. ഹാരിസ് ഹെമറ്റോക്സിലിൻ ഉണ്ട്, മേയേഴ്സ് ഉണ്ട്, ഗിൽസ് ഹെമറ്റോക്സിലിൻ ഉണ്ട്. മെയിനായിട്ട് ന്യൂക്ലിയർ സ്റ്റെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് ഇവർ 3 പേര് യൂസ് ചെയ്യുന്നത്. ഈ ഹെമറ്റോക്സിലിൻ എന്ന് പറയുന്നത് ഓക്സിഡേഷൻ നടന്ന് ഹെമാറ്റിനായിട്ട് മാറുമ്പോഴാണ് അതൊരു കളറിങ് ആയിട്ടുള്ള ഡൈ ആയിട്ട് മാറുകയുള്ളൂ. ആ ഒരു പ്രോസസ്സിനെയാണ്, ആ ഓക്സിഡേഷൻ നടക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റൈപ്പനിങ് എന്ന് പറയുന്നത്. ഈ റൈപ്പനിങ്, അതായത് ആ ഓക്സിഡേഷൻ ടു ഹെമാറ്റിനായിട്ട് ഓക്സിഡൈസേഷൻ നടക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റൈപ്പനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ റൈപ്പനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന 2 ഏജൻസ് ആണ് സോഡിയം അയഡേറ്റും മെർക്കുറിക് ഓക്സൈഡ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും. ഇവിടെ പിന്നെ എടുത്ത് ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഹാരിസ് ഹെമറ്റോക്സിലിൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആൻസറിലേക്ക് എത്താം. മെർക്കുറിക് ഓക്സൈഡ്, കാരണം ഹാരിസ് ഹെമറ്റോക്സിലിൻ്റെ കണ്ടൻസിൽ വരുന്നതാണ് അമോണിയം അല്ലെങ്കിൽ പൊട്ടാസ്യം ആൽലം, അതുപോലെ ഡിസ്റ്റിൽഡ് വാട്ടർ, മെർക്കുറിക് ഓക്സൈഡ്, ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ്. ഇതാണ് നമ്മുടെ ഹാരിസ് ഹെമറ്റോക്സിലിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പം മെർക്കുറിക് ഓക്സൈഡ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ സോഡിയം അയഡേറ്റോ, അത് മെയിനായിട്ട് മേയേഴ്സ് ഹെമറ്റോക്സിലിൻ്റെ കണ്ടന്റ് ആണ്. അതാണ് അവിടെ റൈപ്പനിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. മേയേഴ്സ് ഹെമറ്റോക്സിലിൽ സോഡിയം അയഡേറ്റും അതുപോലെ ഹാരിസ് ഹെമറ്റോക്സിലാണെങ്കിൽ മെർക്കുറിക് ഓക്സൈഡും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കാം. കോട്ടിംഗ് ഫിക്സേറ്റീവ് ആർ യൂഷ്വലി സ്പ്രേഡ് ഓവർ ദ സ്മിയർ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ്. ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞതാണ്. നമ്മൾ കോട്ടിംഗ് ഫിക്സേഷൻ പഠിച്ചപ്പോൾ എന്താണ്, ട്രാൻസ്പോർട്ടേഷനൊക്കെ വേണ്ടിയിട്ട് നല്ല പ്രൊട്ടക്ഷനാണ് കോട്ടിംഗ് ഫിക്സേറ്റീവ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. സ്പ്രേ വഴിയാണ് നമ്മളത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഒരുപാട് അടുത്ത് പിടിച്ച് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? അതിനകത്തുള്ള മെറ്റീരിയലിനൊക്കെ ഡിസ്റ്റോർഷൻ സംഭവിക്കും, അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങൾക്കും ഒക്കെ ദോഷമാണെന്ന് പറഞ്ഞു. ഒത്തിരി ദൂരെ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? അത് പ്രോപ്പറായിട്ടുള്ള ഒരു അതിൻ്റെ ധർമ്മം നടത്തണമെന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഓപ്ഷൻ എ 25 to 30 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ബി 10 to 12 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ സി 5 to 10 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ഡി 3 to 6 സെൻറ്റിമീറ്റർ ആണ്. ഇത് മെയിനായിട്ട് ഒരു വെക്സ് ഫിക്സേറ്റീവ്, അതായത് നമ്മളിപ്പോൾ ഫോർമാലിൻ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഫിക്സേറ്റീവിന് വെറ്റായിട്ടുള്ള ഫിക്സേറ്റീവ് ആണല്ലോ, അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യുന്ന ഫിക്സേറ്റീവ്സ് ആണ് കോട്ടിംഗ് ഫിക്സേറ്റീവ്. അതിങ്ങനെ കോട്ട് ചെയ്ത് അതിനെ നന്നായിട്ട് പ്രിസർവ് ചെയ്ത് ഡ്യൂറിങ് ദ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും അങ്ങനെയൊക്കെ ഇതിനെ നല്ല വെൽ പ്രിസർവ്ഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു അപ്രോക്സിമേറ്റ് ഡിസ്റ്റൻസിൽ അടിച്ചില്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇവിടെ ഓപ്ഷൻ എ 25 to 30 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ യൂഷ്വലി ആ സ്മിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് നമുക്ക് നോക്കിയാലോ. ക്വസ്റ്റ്യൻ നമ്പർ 6. മെറ്റാഫേസ് അറസ്റ്റ് സൊല്യൂഷൻ യൂസ്ഡ് ഇൻ കാരിയോടൈപ്പിംഗ്. അല്ലെ, കാരിയോടൈപ്പിംഗ് ടെസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ക്രോമസോംസിനെയൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നത്. അല്ലേ, അറിയാലോ. കാരിയോടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ടെസ്റ്റാണ്. ക്രോമസോംസ്, നമ്മുടെ സെല്ലിനകത്തുള്ള ക്രോമസോംസിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. ഇത് കൂടാതെ ജെനറ്റിക് പ്രോബ്ലംസ്, എന്തെങ്കിലും ജെനറ്റിക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുവഴി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം നമുക്കറിയാം ഈ മൈറ്റോട്ടിക് സ്പിൻഡിൽ ഫോർമേഷനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഏതാ പറയുന്നത്, മെറ്റാഫേസിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏജന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കോളിക്കിസിൻ, ഓപ്ഷൻ ബി TC199, ഓപ്ഷൻ സി PHA, ഓപ്ഷൻ ഡി മെത്തനോൾ. നമുക്കിവിടെ കണ്ണുപൂട്ടിയ ആൻസർ അറിയാം. ഓപ്ഷൻ എ കോളിക്കിസിൻ. അതിൻ്റെ വേറൊരു പേരാണ് കോൾസിമിഡ് എന്ന് പറയുന്നത്. ഇത് രണ്ടും നമ്മൾ കൾച്ചറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് മെറ്റാഫേസിനെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അതിനുശേഷം നമ്മൾ മെറ്റാഫേസ് ക്രോമസോമിനെ സ്പ്രെഡ് ചെയ്ത് സ്റ്റെയിൻ ചെയ്ത് അത് കൗണ്ട് ചെയ്ത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അതുപോലെ ബാൻഡിങ് പാറ്റേൺ ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. സ്റ്റെയിൻ യൂസ്ഡ് ഇൻ കാരിയോടൈപ്പിംഗ്. കണ്ടോ, കാരിയോടൈപ്പിംഗിന് തന്നെ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കാരിയോടൈപ്പിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ ഏതാണ്? ഓപ്ഷൻ എ ലെയ്ഷ്മാൻ, ഓപ്ഷൻ ബി റൈറ്റ് സ്റ്റെയിൻ, ഓപ്ഷൻ സി ജിംസ, ഓപ്ഷൻ ഡി പാസ്. നമുക്ക് ഓൾറെഡി ഇപ്പം നമ്മൾ പറഞ്ഞു
ലേഷ്മാൻ സ്റ്റെയിൻ എങ്ങനെയാണ്? മെയിനായിട്ട് മൈക്രോസ്കോപ്പിക്കലി നമ്മൾ ബ്ലഡ് സ്മിയേഴ്സ് ഒക്കെ സ്റ്റെയിൻ ചെയ്തിട്ട് മൈക്രോസ്കോപ്പിക്കലി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റെയിൻ ആണ് ലേഷ്മാൻ സ്റ്റെയിൻ, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ റൈറ്റ് സ്റ്റെയിൻ എന്തിനാണ്? റൈറ്റ് സ്റ്റെയിനും ഒരു ഹെമറ്റോളജിക്കൽ സ്റ്റെയിൻ ആണ്. ബ്ലഡ് സെൽ ടൈപ്സിനെയൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് അറിയാനൊക്കെ യൂസ് ചെയ്യുന്നു. ഇനി ജീൻസ് അവിടെ നിൽക്കട്ടെ. പാസ്റ്റെയിൻ എന്തിനാണ്? നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഗ്ലൈക്കോജൻ, അതായത് മ്യൂക്കോപോളിസാക്കറൈഡ്, പോളിസാക്കറൈഡ്, ഗ്ലൈക്കോപ്രോട്ടീൻ, ഗ്ലൈക്കോലിപ്പിഡ്, അതിൻ്റെയൊക്കെ സ്റ്റെയിനിങ് മെത്തേഡായിട്ടാണ് പെർഅയോഡിക് ആസിഡ് ഷിഫ്റ്റ്സ് അല്ലെങ്കിൽ പാസ്റ്റെയിൻ എന്ന് നമ്മൾ പറയുന്നത്. ഇനി അപ്പോൾ ആരായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ജീംസ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. കാരിയോടൈപ്പിക്കിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ ആണ് ജീംസ സ്റ്റെയിൻ. ജീംസ ഡൈ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താണ് ഇൻഡിവിജ്വൽ ബാൻഡ്സിനെയൊക്കെ നല്ല റിസൊല്യൂഷനോട് കൂടിയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഓർഡിനറി ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പി വെച്ചിട്ട് നമുക്ക് അതിനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അപ്പം ജീംസയാണ് കാരിയോടൈപ്പിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ. അപ്പം ഇത് മറന്നുപോയത് ജീംസ സ്റ്റെയിൻ ആണ് കാരിയോടൈപ്പിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8 നോക്കിയാലോ. ദ കറക്റ്റ് ഡിറ്റർമിനേഷൻ ഓഫ് ഹ്യൂമൻ ഡിപ്ലോയിഡ് ക്രോമസോം നമ്പർ ഈസ് 46. നമുക്കറിയാം അല്ലെ, 23. നമ്മൾ സെക്സ് ക്രോമസോം 2 ഉണ്ട്, അതുപോലെ 23 പെയർ ഉണ്ട്. ക്രോമസോം എന്ന് പറയുന്നത് 46 നമ്പർ ആണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അത് ആരാണ് അത് കണ്ടുപിടിച്ചത് നമുക്കൊന്ന് നോക്കാം. അതിനകത്ത് ഓപ്ഷൻ കൊടുത്തിരിക്കുന്ന ആരാണ്? ഓപ്ഷൻ എ ടിജോ ആൻഡ് ലെവൻ, ഓപ്ഷൻ ബി ജേക്കബ്സ് ആൻഡ് സ്ട്രാങ്, ഓപ്ഷൻ സി ഫ്രെഡറിച്ച് ആൻഡ് മിസേച്ചർ, ആൻഡ് ഓപ്ഷൻ ഡി വാട്സൺ ആൻഡ് ക്രിക്ക്. ഓപ്ഷൻ സി മെയിൻ ആയിട്ട് എന്താണ്? DNA ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്താണ് ഫ്രെഡറിച്ച് മിസ്റ്റർ എന്ന് പറയുന്ന സയന്റിസ്റ്റ്. അതുപോലെ തന്നെ നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്ന കാര്യമാണ്, കുഞ്ഞിലെ തൊട്ട് പഠിക്കുന്ന കാര്യമല്ല, വാട്സണും ക്രിക്കും DNA ഡബിൾ ഹെലിക്സ് മോഡൽ. അപ്പോൾ ഇനി നമുക്കിവിടെ ആൻസർ ടിജോ ആൻഡ് ലിവൻ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അദ്ദേഹമാണ് കണ്ടുപിടിച്ചത്. അവർ രണ്ടുപേരും കൂടിയാണ് കണ്ടുപിടിച്ചത്. 46 നമ്പർ ക്രോമസോം ഉണ്ട്. അതിനകത്ത് 22 പെയേഴ്സ് ഓട്ടോസോംസും ഉണ്ട്. അതിനകത്ത് ഒരു പെയർ സെക്സ് ക്രോമസോമും ഉണ്ട്. അങ്ങനെ മൊത്തം 23 പെയേഴ്സ് ക്രോമസോം ആണ് നമുക്ക് പ്രസന്റ് ആയിട്ടുള്ളതെന്ന് കണ്ടുപിടിച്ചത്. അപ്പോൾ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9, ഡൗൺ സിൻഡ്രോം ഈസ് ഓപ്ഷൻ എ ട്രൈസോമി 13, ഓപ്ഷൻ ബി ട്രൈസോമി 21, ഓപ്ഷൻ സി ട്രൈസോമി 18, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. അപ്പം നമുക്കറിയാം ഓപ്ഷൻ ഡി വരില്ല. ഈ 3 പേരിൽ ഒരാളെന്നറിയാം. ഇതിന് നമ്മളൊരു കോഡ് ഇട്ടാ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഓപ്ഷൻ 13 മലയാളത്തിൽ നമ്മൾ പറഞ്ഞിട്ട് 13 ഫോർ പാറ്റോ സിൻഡ്രോം എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ട്രൈസോമി 13 പാറ്റോ സിൻഡ്രോം. അപ്പൊ അത് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്ത് വിടാലോ. ഡൗൺ സിൻഡ്രോം ആണ് ഇവിടെ ക്വസ്റ്റ്യനിലുള്ളത്. ട്രൈസോമി 18 എന്താണ്? 18 എന്ന് പഠിച്ചു. 8 ഫോർ എഡ്വേർഡ് എന്ന് പഠിച്ചായിരുന്നു അല്ലേ? 18 ഫോർ എഡ്വേർഡ്. അപ്പൊ എന്താണ്? എഡ്വേർഡ് സിൻഡ്രോം ആണ് ട്രൈസോമി 18 എന്ന് പറയുന്നത്. അപ്പൊ ട്രൈസോമി 21 ആണ് ആര് വരുന്നത്? ഡൗൺ സിൻഡ്രോം വരുന്നത്. നമ്മൾ പറഞ്ഞില്ല, ഇപ്പൊ പറഞ്ഞു നിർത്തിയുള്ളൂ. നമുക്ക് ടോട്ടലി 23 പെയർ ക്രോമസോം ഉണ്ട്. അതിനകത്ത് 13ാമത്തെ ക്രോമസോമിന് 2 കോപ്പിക്ക് പകരം 3 പേര് വരുന്നുണ്ട്. അതിനാണ് പാറ്റോ സിൻഡ്രോം എന്ന് പറയുന്നത്. ഈ ട്രൈസോമി 21 എന്ന് പറഞ്ഞാൽ 21ാമത്തെ ക്രോമസോമിൽ അങ്ങനെ 3 കോപ്പി വരുന്നുണ്ട്. അതിനെയാണ് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. ട്രൈസോമി 18 18ാമത്തെ ക്രോമസോമിൽ 3 കോപ്പി വരുന്നുണ്ട്. അതിനെയാണ് എഡ്വേർഡ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഇനി മറന്നു പോകരുത്, ട്രൈസോമി 13 ഫോർ പാറ്റോ സിൻഡ്രോം, ട്രൈസോമി 21 ഫോർ ഡൗൺ സിൻഡ്രോം, ട്രൈസോമി 18 എഡ്വേർഡ് സിൻഡ്രോം. അപ്പൊ ഈ ഓപ്ഷൻ ഏതാണ്? ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കിയാലോ. മെത്തേഡ് ഓഫ് ചോയ്സ് ഫോർ ഡെമോൺസ്ട്രേറ്റിംഗ് ഫിലാഡൽഫിയ ക്രോമസോം ഈസ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഫിലാഡൽഫിയ ക്രോമസോം. എന്തുകൊണ്ടാണ് ഫിലാഡൽഫിയ ക്രോമസോം എന്ന് പേര് വരാൻ കാരണം? ഫിലാഡൽഫിയയിലുള്ള 2 സ്ഥലത്താണ് ഇത് മെയിൻ ആയിട്ട് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്തത്. അതുപോലെ തന്നെ ക്രോമസോം 9ന്റെയും 22ന്റെയും പാർട്സ് തമ്മിൽ ട്രാൻസ്ലോക്കേഷൻ നടന്നിട്ടാണ് ഈ ഒരു ഫിലാഡൽഫിയ ക്രോമസോം ഫോം ചെയ്യുന്നത്. അപ്പൊ ഇത് മെയിൻ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് സാമ്പിൾ ടൈപ്പ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ബ്ലഡ്, ഓപ്ഷൻ ബി ബോൺ മാരോ, ഓപ്ഷൻ സി CSF, ഓപ്ഷൻ ഡി അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. മെയിൻലി നമുക്ക് ബോൺ മാരോ സ്റ്റഡീസ് വെച്ചിട്ടാണ് നമുക്ക് ഈ ഫിലാഡൽഫിയ ക്രോമസോമിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ നെക്സ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഓൾ.